നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭീഷണി വകവയ്ക്കുന്നില്ല. യമനിലെ ഗ്രൂപ്പിനെ ആക്രമിച്ചാൽ യമപുരിയെന്ന് ഹൂതികളുടെ വെല്ലുവിളി. തൊട്ടുപിന്നാലെ ആക്രമണം നടത്തി ഇസ്രയേൽ. യമനെ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നായിരുന്നു ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. ഇസ്രയേൽ പതാക വെച്ചുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹൂതി ആക്രമണ ഭീഷണിയെ തുടർന്ന് ചെങ്കടൽ വഴിയുള്ള യാത്രകൾ വൻകിട കപ്പൽ കമ്പനികൾ റദ്ദാക്കിയതോടെ ആഗോള വിപണിയെയും ഗൾഫിനെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇതിൽ നടപടി കാണാൻ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേലും അമേരിക്കയും. US പടക്കപ്പലുകൾ ചെങ്കടലിലേക്ക് ഇറങ്ങുമെന്ന സൂചനകളുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ചെങ്കടൽ പോർക്കളമാകും. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാണ്. ഇസ്രയേൽ പലസ്തീനിലെ ആക്രമണം തുടരുന്ന കാലത്തോളം ഇസ്രയേലിനെതിരെ ആഞ്ഞടിക്കുമെന്നാണ് ഹൂതികളുടെ നിലപാട്. ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾ ഏത് രാജ്യത്തിൻ്റെതായാലും തകർക്കുമെന്നാണ് ഭീഷണി. ഇതിനെതിരെ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളും പ്രതികരണവുമായി എത്തി. ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം തുടങ്ങിയ വേളയിൽ തന്നെ ഹൂതികൾ യുദ്ധത്തിന് ഒരുങ്ങുകയാണെന്ന വാർത്തകൾ വന്നിരുന്നു. കൂടാതെ യമനിലെ സൈന്യവും ഇസ്രയേലിനെതിരെ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും വന്നിട്ടുണ്ട്. ഇസ്രയേലിലേക്ക് ഇരുവരും മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തിരുന്നു. സൗദി അറേബ്യ, ജോർദാൻ അതിർത്തികൾ കടന്നു വേണം യമനിൽ നിന്നുള്ള മിസൈലുകൾ ഇസ്രയേലിലെത്താൻ. അതുകൊണ്ട് തന്നെ ഹൂതികളും യമൻ സൈന്യവും നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രയേലിന് ഭീഷണിയായിരുന്നില്ല. എന്നാൽ ഹൂതികളുടെ പുതിയ ഭീഷണി ഗൗരവമുള്ളതാണ്. ഇസ്രയേൽ കപ്പൽ എവിടെ കണ്ടാലും ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹൂതികളുടെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ലോകത്തിലെ 2 വലിയ കപ്പൽ കമ്പനികൾ ചെങ്കടൽ വഴി എല്ലാ യാത്രയും നിർത്തിവച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചു. എണ്ണ, ഇന്ധന കയറ്റുമതിക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിലൊന്നാണ് ചെങ്കടൽ. ഡാനിഷ് കമ്പനിയായ മായർസ്കും ജർമ്മൻ കമ്പനിയായ ഹാപ്പെഗ് ലോസ്ഡുമാണ് തിങ്കളാഴ്ച വരെ ഗതാഗതം നിർത്തിയതായി പ്രഖ്യാപിച്ചത്. സ്ഥിതിയിൽ മാറ്റമില്ലെങ്കിൽ ഇത് തുടരും. ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ കഴിഞ്ഞ ദിവസം പ്രീമിയം കുത്തനെ ഉയർത്തിയിരുന്നു. യമന്റെയും ജിബൂട്ടിയുടെയും അതിരിനടിയിലൂടെയുള്ള കടലിടുക്കാണ് ബാബൽ മന്ദബ്. 32 കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്ക് വഴിയാണ് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമുള്ള കപ്പലുകൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിന്നും നേരിട്ട് ഇസ്രയേലിലേക്ക് എത്താം. ഈജിപ്തിലെ സൂയസ് കനാൽ വഴി ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുമുള്ള കുറുക്കു വഴിയും ഇതാണ്. പ്രതിവർഷം 17,000 കപ്പലുകൾ അഥവാ ആഗോള വ്യാപാരത്തിന്റെ 10% ഇതുവഴി കടന്നുപോകുന്നു. പശ്ചിമേഷ്യയിലെ 2 പ്രധാന ചരക്ക് പാതകളിലൊന്നാണ് ചെങ്കടൽ പാത. മറ്റൊന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇവിടെ ഇറാന്റെ സ്വാധീനം ശക്തമാണ്. ഇസ്രയേൽ കമ്പനികളുടെ കപ്പൽ, ഇസ്രയേൽ പതാക വെച്ചുള്ള കപ്പൽ, ഇസ്രയേലിന് ഓഹരിയുള്ള കമ്പനികളുടെ കപ്പൽ എന്നിവയെല്ലാം ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. മേഖലയിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളിൽ ജോലി ചെയ്യുന്നവർ പല രാജ്യക്കാരാണ്. അതുകൊണ്ടാണ് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളിൽ വിദേശ പൗരന്മാർ കയറരുത് എന്ന് ഹൂതികൾ താക്കീത് ചെയ്യാൻ കാരണം. ചെങ്കടലിൽ നിന്ന് ഇസ്രയേലിൽ ചരക്ക് കപ്പൽ ഹൂതികൾ പിടിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹൂതികൾക്കെതിരെ തിരിച്ചടിക്കാൻ US നീക്കം നടത്തുകയാണ്. ഹൂതികളുമായി സൂക്ഷിച്ച് ഇടപെടാവൂ എന്ന് നേരത്തെ ഇവരുമായി യുദ്ധം ചെയ്ത സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസ യുദ്ധത്തിന്റെ പേരിൽ യമനിൽ USഉം ഇസ്രയേലും ആക്രമണം നടത്തിയാൽ അത് പെട്ടെന്ന് ഗൾഫിലുടനീളം പടരും. ഇതാണ് ഭീതിക്ക് കാരണം. ഇതോടെ ഹൂതികളുടെ ആക്രമണം ചെറുക്കാനുള്ള വഴികൾ തേടുകയാണ് US ഉൾപ്പെടെ ഇസ്രയേൽ അനുകൂല രാജ്യങ്ങൾ.